വയോധികരും കുട്ടികളും പരമ്പരാഗത കാനനപാത ഒഴിവാക്കണം. ദർശന പുണ്യം പവർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ BLM. എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ BLMന്റെ ലക്ഷ്യം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഹൈക്കോടതി വിധി പ്രകാരമുള്ള വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്ന് സന്നിധാനം ADM ഡോക്ടർ അരുൺ S. നായർ അറിയിച്ചു. സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേർന്ന 4ാമത്തെ ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കുന്നതിനും വെർച്വൽ ക്യൂ വഴി തന്നെ ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ തന്നെ ഭക്തർ ദർശനത്തിനെത്താൻ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വയോധികർ, ചെറിയ കുട്ടികളുമായി വരുന്നവർ എന്നിവരെല്ലാം തന്നെ പരമ്പരാഗതമായ കാനനപാത ഒഴിവാക്കിക്കൊണ്ട് നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി തന്നെ സന്നിധാനത്ത് എത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാനനപാതയിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര വൈദ്യ സഹായങ്ങളും ആംബുലൻസ് സൗകര്യവും ലഭിക്കും എന്നതിൽ അതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഗ്നിശമന സേനയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് കാനനപാതയിൽ അവിടെ അവശരാകുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. നിലവിൽ ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രണാതീതവുമാണ്. ഭക്തർ സുരക്ഷിതവും സുഗമവുമായ ദർശനം ഉറപ്പാക്കാൻ സാധിക്കുന്നതുമുണ്ട്. അത് ആയതിനാൽ തന്നെ മകരവിളക്കുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങളും ഈ യോഗത്തിൽ വിലയിരുത്തിയതായും തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്.